ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. സ്പേസ് സിൽക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടൊരു മെറ്റീരിയലാണ്. യൂസ് ചെയ്യാത്ത ആൾക്കാരൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഗൗണ് സ്റ്റിച്ച് ചെയ്താൽ പോലും ഭയങ്കര ഭംഗിയായിരിക്കും. അതിൻ്റെ കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത്രയും പൊളിയാണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് 100, എനിക്ക് തോന്നുന്നു ഒരു 150 ആ ഒരു റേഞ്ചിലായിരിക്കും. ഓരോരോ ആൾക്കാർ ഓരോ റേറ്റിനല്ലേ വിൽക്കുക. അപ്പോൾ 150 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാനിതൊരു 3 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ഫാബ്രിക്ക്. അതിൻ്റെ കൂടെ ലൈനിങ് 2.5 മീറ്റർ, പിന്നെ ഒരു നെറ്റ് ഫാബ്രിക് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, സ്കിൻ കളർ വാങ്ങിയാലും മതി. ഓക്കെ, നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് അതൊരു 1/2 മീറ്ററേ വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് യോക്ക് പോർഷൻ ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് 4 ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതിൽ ബാക്ക് സിബ് വെക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ബാക്ക് ഓപ്പൺ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗം കാണുന്നുണ്ടാവുമല്ലോ, ഈ സൈഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ഒന്നുമില്ല. ഓക്കെ, ഇനി യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഞാനിതിൽ 14 ലെങ്ത്ത് കൊടുത്തിട്ടുള്ള. ഇതേപോലെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അളവ് എടുക്കുമ്പോൾ നോക്കുക എത്രയാണ് നിങ്ങളുടെ ഫുൾ ഷോൾഡർ. അതിൻ്റെ പകുതി, ഇപ്പോൾ 14 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ് വരിക? 7. അപ്പോൾ ഞാനിതിൽ 7 കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ അനുസരിച്ച് 15 ആണെങ്കിൽ 7.5 അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 7 കൊടുക്കുന്നത്. ആം ഹോൾ ഞാൻ 7 തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ അവരവരെ അളവിനനുസരിച്ചിട്ട് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. ബിഗിനേഴ്സിന് പോലും ഇത് ജസ്റ്റ് എന്താ പറയുക, സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, ആർക്കും ചെയ്യാം. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ബോഡി ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഈ ഒരു നമ്മുടെ ഹിപ്പല്ല, ഷേപ്പ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയയിലെ ഇത് ഈ ഒരു ഭാഗത്ത് എൻഡിൽ അവിടെ ഞാനൊരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് പ്രിൻസസ് കട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ എന്താ ഒരു 4 ഇഞ്ച് എടുത്തിട്ട് അപ്പുറം ഇപ്പുറം എന്താ പറയുക, 1/2 ഇഞ്ച് കൊടുത്ത് ഇങ്ങനെ ഈ ഒരു ടക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ, താഴത്ത് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം താഴത്തെ ടക്ക് ഇടുമ്പോൾ നമ്മുടെ അളവ് മാറും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുന്നതിന് മുന്നേ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ അവിടെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇനി വലിപ്പത്തിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ സാധാ നെക്ക് എത്രയാണ് വെക്കുന്നത് അത്രയും കൊടുത്താൽ മതി, അല്ലാതെ വെറുതെ കൂടുതലായിട്ട് എടുക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ 5.5 ഇഞ്ച് ഇറക്കവും ഒരു വീതി കുറച്ച് കൂടുതൽ എടുത്തു പോയി. അത്രയും എടുക്കണ്ട, അത്രയും എടുക്കുമ്പോഴത്തേന് ഭയങ്കര വൈഡായി പോകുന്നത്. അപ്പോൾ ഒരു 3.5 ഇഞ്ച് വൈഡ് എടുത്താൽ മതി. 3.5 ഇഞ്ചിലായാലും കുഴപ്പമൊന്നുമില്ല. നെക്ക് നിങ്ങൾ നോർമൽ നെക്കില്ലേ, നോർമൽ നെക്കിൻ്റെ അത്രയും കിട്ടിയാലും മതി. അതും ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അതിൽ ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ എടുത്തിട്ട് ഭയങ്കര വൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അത്രയും കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് മെലിഞ്ഞ ആൾക്കാർ, എന്നെപ്പോലെ ഒരു മീഡിയം സൈസ് സ്മോൾ സൈസ് എടുക്കുന്ന ആളാണെങ്കിൽ 3.5 എടുത്താൽ മതി. കുറച്ച് തടിയുള്ള ആളാണെങ്കിൽ കൂടുതൽ എടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നെക്ക് ഇതേപോലെ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ വരുന്ന പോർഷൻ, ബോട്ടം വരുന്ന ഭാഗത്ത് ക്ലോത്തിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ ക്രോസ് ആയിട്ടാണ് പിന്നെ മടക്കി കൊടുക്കുന്നത്. ക്രോസ് പീസ് വെച്ചിട്ടുള്ള അംബ്രല്ല ടൈപ്പ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ അളവ് എത്രയാണ് വേണ്ടതെന്നൊക്കെ നോക്കി, ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുൾ ലെങ്ത്ത് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ആവുകയാണെങ്കിൽ ഫുൾ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഈ ഒരു ഹിപ്പിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ ഷേപ്പിൻ്റെ ഈ എൻഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ആ 1 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് വേണ്ടത്. ഇതേപോലെ ടാപ്പ് എടുത്ത് അളന്ന് നോക്കിയാലും മതി. നിങ്ങൾക്ക് എത്രയാണ് അവിടെ വരുന്നത് അതേപോലെ വെച്ച് നോക്കിയാൽ 4/1 ഭാഗമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ ഇതിലൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എത്രയാണ് ലെങ്ത്ത് വേണ്ടത്, 40 ആണ് 40, 30 ആണ് 30. അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കുക. കണ്ടില്ല, ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു റൗണ്ട് ആർച്ച് പോലെ തന്നെ എടുക്കുക. ഇതേപോലെ വെച്ചിട്ട് അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എത്രയാണ് ലെങ്ത്ത് വേണ്ടത് നോക്കിയിട്ട്.
കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അംബ്രല്ല ടൈപ്പ് ഈ ഒരു ഫ്ലെയർ. ഓക്കെ, ഫ്ലെയർ വരുമ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് സെൻറ്ററിൽ ചെറുതൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ താഴത്ത് വരുന്ന ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലെത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പാച്ച് വർക്കും കൂടിയും കൊടുക്കേണ്ടി വരും. സൈഡിൽ കുറച്ച് ലെങ്ത്ത് വേണ്ടിയില്ല, സൈഡിൽ കുറച്ച് ലെങ്ത്ത് വേണ്ടേ, അപ്പോൾ ഒരു ചെറിയൊരു പീസ് അവിടെ വെച്ച് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി അത് വേണ്ടതിൽ അതും കൂടെ ഒഴിവായി കളയാം. ഇനി സ്ലീവ് ഞാനൊരു 12 ഇഞ്ചൊക്കെ വരുന്ന സ്ലീവും എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ആണ്, യോക്ക് പീസും പിന്നെ ഫ്ലെയർ വരുന്നതും സെയിം എങ്ങനെയാണോ നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് അതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റ് പീസ് ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് എത്രയാ നമുക്കതിൽ നെറ്റ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു നെക്ക് കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ആ ഒരു നമുക്ക് എത്രയാണ് നെക്ക് വേണ്ടതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് അതൊരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, വരയ്ക്കുക, കട്ട് ചെയ്യുക. 2 ഇഞ്ചോ 3 ഇഞ്ചോ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് കൂടുതൽ വേണ്ട, ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ആ ഒരു റേഞ്ചിൽ മാത്രം എന്ത് ചെയ്യുക, എക്സ്ട്രാ കൂടുതൽ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് യോക്കിൻ്റെ. അതിൻ്റെ മേലെ നമ്മുടെ നല്ല പീസ് ഉണ്ടല്ലോ, ഈ എന്താ പറയുക യോക്കിൻ്റെ നല്ല ഭാഗം ഇതേപോലെ താഴത്ത്, ഇതിൻ്റെ താഴത്ത്, ഇത് നല്ല ഭാഗമാണ്, താഴത്ത് ഇതേപോലെ വരുന്ന പോലെ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ പീസൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതേപോലെ ലൈനിങ്ങിൻ്റെ മേലെ നല്ല വശം വരുന്ന പോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് പിന്നെ ഈ ഒരു എന്താ പറയുക കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം മാത്രമേ നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചുരുണ്ട് പോലെ ഇരിക്കും, ഇങ്ങനെ ചുരുണ്ടിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കും പിന്നെ എന്താ പറയുക ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു അറ്റവും പിന്നെ അത് കഴിഞ്ഞിട്ട് ആം ഹോളും ഈ താഴത്തുള്ള ഭാഗവും ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഈ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടക്ക് ഇടാൻ വേണ്ടിയിട്ടില്ല, കാരണം ലൈനിങ്ങിൽ അത് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ കൊടുക്കുന്നുണ്ട്. ഇനി അത് ഇതേപോലെ വെച്ചിട്ട് 2 ഭാഗവും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും ആ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ 2 ഭാഗവും ഒന്ന് എന്ത് ചെയ്യാം, ഈ ലെങ്ത്ത് 4 എടുക്കുന്നത്, മേലോട്ടേക്ക് 4 ഇഞ്ച് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൽ ഈ ഒരു നെറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നെക്ക് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ആദ്യം കറക്റ്റായിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. എങ്ങനെയാണോ അതിൻ്റെ എത്രയാണോ വിടുത്ത് വരുന്നത് അത്ര മാത്രം ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് അതെങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. വലിച്ചു പിടിച്ച് അങ്ങനെയൊന്നും വെക്കരുത്, അപ്പോൾ അതിന് ഷേപ്പേ വ്യത്യാസമായി പോവും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതെങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ അങ്ങ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. മാക്സിമം എല്ലാ ഭാഗത്തും പിൻ ചെയ്യുക. ജസ്റ്റ് അപ്പുറം ഇപ്പുറം അല്ലാതെ സെൻറ്ററിലും പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരു 4-5 പിൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ജസ്റ്റ് ഈ ഒരു അറ്റത്തൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്ക്കുന്ന വീഡിയോയും കൂടി ഇടുന്നുണ്ട്. കാരണം ഇത് അത്ര വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണമെന്നേ ഉള്ളൂ, സമാധാനമായിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ഈ ഒരു അറ്റം വരയ്ക്കും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അത് മടക്കി തയ്ക്കൊന്നും വേണ്ട, കാരണം നെറ്റ് ആയതുകൊണ്ട് ഒന്നും എന്താ പറയുക പിന്നിപ്പോവൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിൽ പീസ് ഉണ്ടല്ലോ യോക്കിൻ്റെ, അത് ലൈനിങ്ങുമായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഫുള്ളായിട്ട് ആ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണം.
ഓക്കെ, അതുമല്ല ഇതിൽ സിബും വെക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമേ നമുക്ക് ഈ നെക്ക് എത്രയാണ് വിടുത്ത് വേണ്ടതെന്നുള്ള കട്ട് എന്നിട്ട് സിബ് വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ 4 ഇഞ്ച് സിബിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അത് വിടണം, പുറത്തേക്ക് വിട്ടിട്ട് മാത്രമേ നെക്കിൻ്റെ വിടുത്ത് എടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നെക്കിൻ്റെ വിടുത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് അവരവരെ അളവിനനുസരിച്ചിട്ട് കൊടുക്കുക. ചില ആൾക്കാർക്ക് 3 ആയിരിക്കും, ചില ആൾക്കാർക്ക് 2.5 ആയിരിക്കും ഈ വിടുത്ത് നെക്കിൻ്റെ അവിടെയുള്ള. ഈ ഇറക്കം ഞാനൊരു 1.5 കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് ഇറക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി 1 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ കൊടുത്ത് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഈ ഒരു അറ്റത്ത് ഒരു ചെറിയൊരു ആർച്ച് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്, കേവ് പോലെ ആക്കിയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് ബാക്കിലത്തെ നെക്ക് വരുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി സിബ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ സിബ് വെച്ച് കൊടുക്കാം. സിബ് ഞാൻ സാധാ സിബല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് ഉണ്ടല്ലോ, അങ്ങനെ പുറത്ത് കാണാത്ത രീതിക്കുള്ള ആ ഒരു സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഫൂട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജെനോമി മിഷനിൽ വെക്കുന്നതാണ്. അപ്പം നോർമൽ ഫൂട്ട് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു ഫൂട്ട് സിബർ ഫൂട്ട് എന്നാണ് ഇതിന് പറയുക. ഇത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫൂട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എന്താ പറയുക ഒരു കിറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ജെനോമി മിഷനിൽ വേണമെന്നുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാം. ഒരുപാടെണ്ണം ഉണ്ട് അതിൽ, ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ സിബിനെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ ഭാഗത്ത്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സിബർ ഫൂട്ട് വരുന്നത്. ഈ ഒരു ഒറ്റൊരു ഫൂട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വശത്തും ചെയ്തെടുക്കാം. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫൂട്ട് ചേഞ്ച് ചെയ്യണ്ട. ഈ ഒരൊറ്റ ഫൂട്ട് കൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സിബും വയ്ക്കാം, റൈറ്റ് സൈഡിലും സിബ് വയ്ക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു. ഇതേപോലെയാണ് വരിക. ഇതേപോലെ വരും. നമുക്കൊരു എന്താ പറയുക ഒരു ഭാഗത്ത് ഇതേപോലെയാണ് കിട്ടുക. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മറ്റേ സൈഡും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ സിബ് എങ്ങനെയാണ് വരിക, നമ്മളിതിപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വശം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നോക്കുക അടുത്ത വശം എങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിന് ഇങ്ങനെ ഈ ഭാഗം കറക്റ്റ് അളവ് കറക്റ്റ് ആയിരിക്കണം. മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക്. എന്നാലേ 2 സൈഡും ഒരേപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ വരും. ഒരെണ്ണം മേലെയും ഒരെണ്ണം താഴെയും ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ ഇതേപോലെ കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴും. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ആ ഒരു ഇൻവിസിബിൾ സിബും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന എക്സ്ട്രാ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് അടുത്തത് ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, സെൻറ്ററിൽ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നെക്കിൻ്റെ വിടുത്ത് ഓൾറെഡി നമ്മൾ ബാക്കിലെടുത്ത് തന്നെ 3 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടിൽ വരിക. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു വിഡ്ത്ത് ഞാൻ 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഇതേപോലെ ഈ ലെങ്ത്ത് 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച്, അതിൽ കൂടുതൽ പോകേണ്ട 1 ഇഞ്ച് മതിയാവും. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എപ്പോഴും എടുക്കണം കേട്ടോ. അത് എപ്പോഴും നോക്കുക നിങ്ങൾക്ക് എത്രയാണ് നെക്കിൻ്റെ അളവ് വരുന്നതെന്നുള്ള. നോർമലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വരിക. 1 ഇഞ്ച് 1.5 ഇഞ്ച് ഇറക്കം മതിയാവും. വല്ലാണ്ട് ടൈറ്റായിട്ട് ഇരിക്കണേൽ മാത്രമേ നമ്മൾ അതിലും കുറക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ക് നെക്ക് കട്ട് ചെയ്ത പോലെ തന്നെ ഫ്രണ്ടും കട്ട് ചെയ്തു. ഇതേപോലെ വെച്ചിട്ട് 2 ഭാഗത്ത് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം, ലെഫ്റ്റിലും റൈറ്റിലും. ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഇഞ്ചിൽ വരുന്ന 3 ഇഞ്ച് ഈ ഒരു വിടുത്ത് വരുന്ന ഒരു ചെറിയൊരു റിബണ് പോലെയുള്ള ഒരു പീസ് വേണം. ആ ഒരു ഫാബ്രിക്കിൽ അത്യാവശ്യം ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ലെങ്ത്ത് എടുത്തത്. ലെങ്ത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ലെങ്ത്ത് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി ടോപ്പിൻ്റെ ഈ ഒരു യോക്കിൻ്റെ നല്ല വശം താഴത്തും മോശം വശം മേലെ ഇരിക്കുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടില്ലേ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് എടുക്കണം. ഇതിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു ക്ലോത്തിൽ വെച്ച് കൊടുക്കുന്നത് ഈ റിബൺ ഉണ്ടല്ലോ, ആ റിബണ് നല്ല വശമാണ് ആ മോശം വശത്തിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല വശം തന്നെയാണോ പുറത്ത് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അഴിച്ച് കളയേണ്ട അവസ്ഥയാവരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ആ നല്ല വശം തന്നെയാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്
അഴിച്ച് വീണ്ടും തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതിൽ എക്സ്ട്രാ വന്ന പീസ് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പോൾ നല്ല വശത്തേക്ക് നമ്മൾ മടക്കി തയ്ക്കുന്ന പോലെ ആവും. കണ്ടില്ലേ, ഇതേപോലെ ഒരു ഭാഗത്ത് മടക്കി പിന്നെ ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ അതിനെ കുറച്ചുകൂടെ വീതിയായിട്ട് കണ്ടില്ലേ, ഇതേപോലെ നല്ല വശത്തേക്ക് നമ്മൾ ഇതിനെ തയ്ച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും. നല്ല വശത്തേക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് മടക്കി എടുക്കുകയാണ്. ആ തയ്യൽ തുമ്പ് കാര്യങ്ങളൊന്നും പുറത്ത് കാണൂല. കാരണം അതൊക്കെ നമ്മുടെ ഈ ഒരു മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവും, കറക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ ആ ഒരു കോളറിൻ്റെ ഭാഗവും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഈ ഒരു അറ്റം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്ന് എന്താ പറയുക, ആ ഒരു സ്ക്വയർ പോലെ അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ മാത്രമേ ഫുള്ളായിട്ട് ഫിനിഷ് ആവുള്ളൂ. ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാത്ത പോലെ ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു ഭാഗവും കൂടി ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൽ അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചിട്ട് ഈ ഒരു ഭാഗവും കൂടി, ഈ ഒരു അറ്റം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് തയ്ച്ചിട്ട് എടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് വെക്കാണ്ടാണ് അല്ല പറയുന്നത്. ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ അത് വേറെ മെത്തേഡിലാണ് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് അങ്ങനെ ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ അതും കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്യാം. സ്ലീവും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്കിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് തയ്ക്കുന്നതിന് മുന്നേ ചെയ്ത് കൊടുക്കുക. സൈഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യില്ല, ഈ ബോഡി ഷേപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം. അപ്പോൾ ഞാനത് ലാസ്റ്റ് ചെയ്യാന്ന് വെച്ച് വെച്ചതാണ്, പക്ഷെ അത് അബദ്ധമായി. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് താഴത്ത് വെക്കാനുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യുക. വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു യോക്കിൻ്റെ എൻഡിൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ വെക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സ്ലീവൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. സ്ലീവൊക്കെ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ വരയ്ക്കും, ബോഡി ഷേപ്പ് ഇവിടെ വരയ്ക്കും കൊടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ലൈനിങ് വേറെയും മെയിൻ ക്ലോത്ത് വേറെ ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റമൊക്കെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോക്കിംഗ് ഫൂട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. വലിയ ഡിസൈനൊന്നുമില്ല, ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട. ഞാൻ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് ട്രൈ ചെയ്തു എന്ന് വേണേൽ പറയാം. ഓക്കെ, 1 ഇഞ്ച് ഗ്യാപ്പാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ 1 ഇഞ്ച് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ആദ്യമേ ഒരു എന്താ പറയുക, നമുക്കൊരു ഇത് വേണമല്ലോ ഇതിൻ്റെ അകത്തിരിക്കണം എന്നുള്ള ഡിസൈന്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഫ്രെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ ഫ്രെയിമിലൊന്നും ഇടാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഈ ഡ്രസ്സൊന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് ആലോചിക്കാം വർക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഇങ്ങനെ ആയത്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഫ്രെയിം ഇട്ട് കൊടുത്തു. പറ്റുന്നിടത്തോളം ഫ്രെയിം ഇടുക എന്നുള്ള രീതിക്ക് ചെറിയൊരു ഫ്രെയിമാണ്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക, ഡിസൈന് ഫോളോ ഒന്നും ചെയ്യണ്ട. ഈ ഒരു വർക്ക് ആരും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. കാരണം അത്ര വലിയ നല്ല വർക്കൊന്നുമല്ല. സിമ്പിളായിട്ട് എന്തൊക്കെ ഒന്ന് കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ച് കാട്ടിക്കൂട്ടിയെന്നേ ഉള്ളൂ. കാരണം ആരി വർക്ക് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ബേസിക്കായിട്ട് മാത്രം കുറച്ചൊരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആ ഒരു കോഴ്സിൻ്റെ കൂടെ. പക്ഷെ അത് ഞാനങ്ങനെ പിന്നെ ചെയ്തിട്ടില്ല. ഒരു എക്സ്പീരിയൻസും ഇല്ല എനിക്കങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു 12 സ്റ്റോൺസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത്. ഞാൻ അറ്റത്ത് ഇങ്ങനെ വരുന്ന പോലെ ഗ്യാപ്പിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ബ്ലൂ കളറുള്ള സ്റ്റോണ് ഓരോരോ ഇടയിൽ വെച്ച് കൊടുത്ത് പിന്നെ ഈ ആൻറ്റിക് കട്ട് ബീഡ്സ് ഉണ്ടല്ലോ ആ ഒരു ബീഡ്സ് വെച്ചിട്ട് പിന്നെ പറ്റുന്ന പോലെയൊക്കെ അതിനെ എങ്ങനെ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ എന്നല്ല, എന്താ പറയുക, കാണുമ്പോൾ ഒരു എന്തൊക്കെ ഒരു വർക്ക് ചെയ്തെന്ന് തോന്നണം എന്നുള്ള രീതിക്ക് ചെയ്തെന്നേ ഉള്ളൂ. അത് സാധാ സൂചിയാണ്, ആരി വർക്കിൻ്റെ സൂചിയൊന്നുമല്ല. സാധാ നമ്മൾ നോർമൽ നീഡിലുണ്ടല്ലോ ആ നീഡിൽ വെച്ചിട്ട് വളരെ നേരിയ നീഡിൽ വെച്ചിട്ടാണ് ഇത് ചെയ്ത്. കൈകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബീഡ്സ് എടുത്ത് എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു ഇങ്ങനെ റൗണ്ടായിട്ടും ചില്ല പോലെയൊക്കെ ആയിട്ട് അതിനെ മാക്സിമം ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്ത്. കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പ്രോസസ്സ് കാണിക്കുന്നില്ലല്ലോ, അല്ലാണ്ട് ഇത് ട്യൂട്ടോറിയലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഒരു ദിവസം പോലും ആയില്ല. പക്ഷേ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമെങ്കിലും എടുത്തു, കുറേ സമയം എടുത്തു. കാരണം ഒന്നാമത് ഇത് വലിയ എക്സ്പീരിയൻസും ഇല്ല, അങ്ങനെ ചെയ്യാണ്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം എടുത്തു. ഞാൻ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴാണ് ചെയ്യുന്നത്, എന്നാലും കുറച്ച് മെനക്കെട്ടു, എന്നിട്ടാണത് ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, അതിന് ഞാൻ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു ആൻറ്റിക് ബീഡ്സ് വെച്ചിട്ട്, കട്ട് ബീഡ്സ് വെച്ചിട്ട് മാക്സിമം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെ ഒരു ചില്ല പോലെയൊക്കെ കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഈ ഒരു മാല പോലെ ഇരിക്കുന്ന ഒരു ചെയിൻ ഉണ്ടല്ലോ, സ്റ്റോണൊക്കെ വരുന്ന, അത് ഞാൻ ഈ ഒരു അറ്റത്ത് ഈ നമ്മുടെ ഗ്ലൂ ഉണ്ടല്ലോ, ഫാബ്രിക് ഗ്ലൂ, അതിങ്ങനെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ ആദ്യമേ വരച്ചു കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതേപോലെ അപ്പുറത്തെ അറ്റം വരയ്ക്കും ഈ ഒരു ഗ്ലൂ ആദ്യമേ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്ത്, അത്യാവശ്യം കുറച്ച് കട്ടിയിൽ, ഒരുപാടല്ല, ഒരു ഇച്ചിരി കട്ടിയിൽ അങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ ഇതേപോലെ അതിൻ്റെ സ്റ്റോണ് മേലെ വരുന്ന പോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ അപ്പുറത്തെ അറ്റം വരയ്ക്കും. ജസ്റ്റ് ഇതേപോലെ എന്താ പറയുക, ഈ ലൈനിൽ നിന്ന് പുറത്ത് പോകാത്ത രീതിക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, ആ ഒരു സ്റ്റോണിൻ്റെ ഒരു തിളക്കം, പിന്നെ ആ ഒരു ഔട്ട്ലൈനും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണേൽ എന്ത് ചെയ്യുക, തുന്നിയിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട്, ഒരു ഇഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കും. അതായത് ഇൻ കേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് ഇളകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, അപ്പോൾ കറക്റ്റ് നിൽക്കും. ഇതേപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു സംഭവം കൂടി ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. അത് നല്ല എന്താ പറയുക, അവിടെ ഇങ്ങനെ ഒരു ഗ്ലൂ ഇട്ടിട്ടുണ്ടോ എന്നോ ഒന്നും മനസ്സിലാവില്ല, അത് അങ്ങനെ അങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്തൻ സ്റ്റോൺസാണ് ഈ ഒരു നെറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഈ കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ, ഇതേപോലെ ചെറിയ സൈസിൽ വരും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഇതൊന്നും അല്ല ശരിക്കുള്ള ആരി വർക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ആരി വർക്ക് ഒരു 3 months. ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പഠിക്കാതെ എന്താ പറയുക, ആദ്യമേ അതിൻ്റെ റിവ്യൂ പറയുന്നത് ശരിയില്ലല്ലോ. ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് ആ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ എന്തായാലും റിവ്യൂ ഇടും ഉറപ്പായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, നെക്ക് ഇതേപോലെ ചെറിയൊരു വർക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി. പ്ലെയിൻ ആണെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഹാൻഡ് വർക്കും കാര്യങ്ങളും കുന്തൻ സ്റ്റോണും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭംഗി, അത്രേ ഉള്ളൂ. നീറ്റായിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, കാരണം ഇത് പ്രൊഫഷണലായിട്ട് ചെയ്ത സംഭവം ഒന്നല്ലല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്നല്ലേ ഉള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു കാട്ടിക്കൂട്ടല്ല, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ലെങ്ത്തിലാണ് ടോപ്പ് വരുന്നത്. ഫുൾ ലെങ്ത്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഫുൾ ലെങ്ത്ത് ചെയ്താലും നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.